മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂറിലെ 40 വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥര് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് റിട്ടയർ ആവുന്നതിനോടനുബന്ധിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് മറ്റ് പല പ്രഭാഷണങ്ങളും പോലെയല്ല. നിരന്തരം പതിറ്റാണ്ടുകൾ കർമ്മമണ്ഡലത്തിൽ ഇരുന്ന വ്യക്തികൾ ഒരു റിട്ടയർമെന്റ് ഈ മാസം 31-ാം തീയതിക്ക് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇനി എന്താ? ആ ചോദ്യചിഹ്നം പലപ്പോഴും പലരെയും തളർത്താറുണ്ട്. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരാറുണ്ട്. അവരോടെല്ലാം ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം. സംസ്കൃത നാടകം അഭിനയിക്കാൻ 2.5 മണിക്കൂർ പറയേണ്ട സംസ്കൃത ഭാഷ ഒരു മാസം കൊണ്ട് മോഹൻലാൽ എന്ന സിനിമാ നടൻ സ്വായത്തമാക്കി. ഒരു കാരണവശാലും സിനിമയിൽ ഒരു ചാൻസും കിട്ടില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി അതികായകനായി മാറി സിനിമാ മണ്ഡലത്തിൽ. ഏതെങ്കിലും ഒരു കൊരങ്ങന്റെ റോള് വരികയാണെങ്കിൽ അതിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാമെന്ന് അമിതാഭ് ബച്ചനെ ഇന്റർവ്യൂ നടത്തിയ ഫിലിമിലെ ഡയറക്ടർ പറഞ്ഞപ്പോൾ അമിതാഭ് ബച്ചൻ തളർന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലെ മെമ്പറായിരുന്ന ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് മാറി. ഒരു മുക്കുവ കുടിലിൽ ജനിച്ച അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് വരെയായി. ചായക്കട നടത്തിയിരുന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയായി. ഒരു കാരണവശാലും അടിമ ഭാരതത്തിൽ നോബൽ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരായിരുന്നു രവീന്ദ്രനാഥ ടാഗോറും ഡോക്ടർ CV രാമനും. അവർക്ക് അവരുടേതായിട്ടുള്ള കൃതികൾക്ക് നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ 57-ാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിച്ച് പിന്നെ വേദങ്ങളൊക്കെ പഠിച്ച് ഭാരതീയമായ 47 ഗ്രന്ഥങ്ങൾ ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എഴുതിയ ആളാണ് മാക്സ് മുള്ളർ. നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു വാക്കില്ല. അതുകൊണ്ട് റിട്ടയർ ആയതിനു ശേഷം നിങ്ങൾ എന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ റിട്ടയറായി, ശരീരം തളരുന്നു, മനസ്സ് തളരുന്നു, അതുകൊണ്ട് ഇനി മുതൽക്ക് ഞാൻ മകന്റെ കൂടെയാണ്, മകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം മകന് മകൻ്റെതായിട്ടുള്ള ജീവിതമുണ്ട്, മകൾക്ക് മകളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം നയിക്കുക. ഇവർക്കൊക്കെ പുതിയ മണ്ഡലങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സ്പെർട്ട് ആവാൻ സാധിച്ചുവെങ്കിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും രവീന്ദ്രനാഥ ടാഗോറിനും CV രാമനും ഒബാമയ്ക്കും നരേന്ദ്രമോദിക്കും അബ്ദുൽ കലാമിനുമെല്ലാം പുതിയ മണ്ഡലങ്ങളിലേക്ക് ഒരു വിഷമവുമില്ലാതെ വരാൻ സാധിച്ചുവെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ഒരു പുതിയ ജീവിതം, അടിമുടി പ്രയോജനപ്രദമായിട്ടുള്ള ജീവിതം, സ്വന്തം കാലിൽ നിന്നുള്ള ജീവിതം, മക്കളെയും മരുമക്കളെയും ഭാരമാകാത്ത ജീവിതം. നമ്മൾ നമ്മളുടെ കാലിൽ നിന്നുകൊണ്ട് എത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്മ മനസ്സിന് വരുത്താൻ പാകത്തിന് ജീവിക്കാം. ശരീരത്തിന്റെ ആരോഗ്യം തളർത്തുന്ന ഒന്നും ചെയ്യാതിരിക്കാം. റിട്ടയറായി വൈകുന്നേരം പെഗ് വെച്ച് കഴിക്കുന്നു, നിർത്തുക. ഒരു കാരണവശാലും മദ്യപിക്കരുത്. കഴിയുന്നത്രയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ. വാശിയോ വൈരാഗ്യമോ പകയോ ഒന്നുമില്ല. ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും ഭർത്താവും ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഞങ്ങളുടെ ജീവിതം മറ്റ് കുടുംബാംഗങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അത്രയും പ്രയോജനപ്പെടുത്താം. നമ്മുടെ സംസ്കാരത്തിലെ രാമായണവും മഹാഭാരതവും ഭാഗവതവും സംഗീതവും നൃത്തവും തുടങ്ങി 10,000 കണക്കിന് വിഷയങ്ങൾ
നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വിഷയം ഇപ്പോഴും പഠിക്കാം. എൻ്റെ ജ്യേഷ്ഠൻ നല്ല രീതിയിൽ ഇപ്പോൾ പഞ്ചവാദ്യം വായിക്കും. 64ാമത്തെ വയസ്സിലാണ് പഠിച്ചത്, കഴിഞ്ഞ വർഷമാണ് പഠിച്ചത്. സാധിക്കും. പുതിയ പുതിയ പൈതൃക വിഷയങ്ങൾ പഠിക്കുക. നിങ്ങൾ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെ നിങ്ങൾക്കറിയോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ബാങ്കിങ് കർമ്മമണ്ഡലത്തിലുള്ള നിങ്ങൾക്ക് ബാങ്കിങ് വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ എടുക്കാം. വാല്യൂസിനെ കുറിച്ച് എടുക്കാൻ സാധിക്കുമെങ്കിൽ എടുക്കാം. നല്ല കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പറഞ്ഞ് പ്രഭാഷണം നടത്താൻ സാധിക്കുമെങ്കിൽ നടത്താം. പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ എഴുതാം. 1 മിനിറ്റ് പോലും വിശ്രമിക്കരുത്. ആവശ്യമില്ലാതെ ശരീരത്തെക്കുറിച്ച് രോഗമുണ്ടെന്ന ധാരണ വെച്ചുകൊണ്ട് പുലർത്തരുത്. വേണ്ടാത്തതിന് വിശ്രമിക്കരുത്. വിശ്രമം എന്ന് പറയുന്നത് ഒരു രോഗമായി മാറരുത്. എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് വയ്യ എന്നുള്ള ധാരണ മാറ്റാം. ആവശ്യമില്ലാതെ ഡോക്ടർമാരെ ചെന്ന് കാണുകയും വേണ്ടാത്തതിന് മരുന്ന് കഴിക്കുകയും ചെയ്യാതിരിക്കാം. നമ്മളുടെ ശരീരം പരമാവധി തന്നെത്താൻ എക്യുപ്പ് ചെയ്യും. എന്നാൽ അത്യാവശ്യത്തിന് ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കണ്ട. അതിൽ മക്കളെയും മരുമക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പോകുന്നതിന് പകരം ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന വേണ്ടതിനും വേണ്ടാത്തതിനും ഉപദേശിക്കുന്ന ആളാവാതിരിക്കുക. ഉപദേശം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കൊടുക്കുക. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മുടെ പൈതൃകം വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു പറഞ്ഞു കൊടുക്കാം. നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളിൽ, നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ, നമ്മുടെ അടുത്തുള്ള സംഘടനകളിൽ, മാതാ അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ, അതുപോലെ തന്നെ സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കർമ്മമണ്ഡലത്തിൽ, ബ്രഹ്മകുമാരീസിന്റെ കർമ്മമണ്ഡലത്തിൽ, നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ, അടുത്തുള്ള പള്ളികളിൽ, അടുത്തുള്ള മസ്ജിദുകളിൽ, മദ്രസകളിൽ, സോഷ്യൽ സെന്ററുകളിൽ, നിങ്ങൾ ഏത് മതമാണോ ഏത് വിഷയമാണോ താല്പര്യം, ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ശിഷ്ടകാലം ജീവിക്കാം. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി റിട്ടയർമെന്റ് ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കാം. വേണ്ടാത്ത കാര്യത്തിന് പൈസ ഉണ്ടാക്കി പൈസ മാത്രം ചിന്തിച്ച് ജീവിക്കാതിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സമ്പാദിച്ചത് കൊടുത്താൽ അവർക്ക് ദുഃഖമില്ലാത്ത ജീവിതമുണ്ടാകും എന്ന ധാരണ മാറ്റാം. അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് അവരുണ്ടാക്കണം, നിങ്ങളല്ല കൊടുക്കേണ്ടത്. പലപ്പോഴും സമ്പത്തുണ്ടാക്കി അത് വിഭജിക്കുമ്പോഴാണ് മക്കൾ തമ്മിൽ വഴക്കുണ്ടാവുക. എൻ്റെ അച്ഛൻ ഞങ്ങൾ 6 മക്കൾക്ക് ഒന്നും തന്നിട്ടില്ല. അച്ഛൻ ചെറുപ്പകാലത്ത് പൂജ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് മേടിച്ച 90 സെന്റ് സ്ഥലം 6 പേർക്ക് കുറേശ്ശെയായിട്ട് വീതിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ബാങ്കിലും ഇല്ല, പെട്ടിയിലും ഇല്ല, ഒന്നുമില്ല പറഞ്ഞു. അതേപോലെ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാതിരിക്കുക. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക. നിങ്ങളുടെ കുറച്ച് സമയവും ഊർജവും സമ്പത്തും പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കുമായിട്ട് ആയി കൊടുക്കുക. ഏത് നല്ല കർമ്മത്തിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്താതിരിക്കുക. തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താതിരിക്കുക. നല്ല നല്ല സിനിമകൾ കാണുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല തീർത്ഥാടനങ്ങൾ നടത്തുക, നല്ല നല്ല സ്ഥലത്ത് പോയിട്ട് സമയം ചെലവഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, വെജിറ്റേറിയൻ ഭക്ഷണം. നിരന്തരം സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യുക. ഇന്നലെ ജീവിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇന്ന് ജീവിക്കുക. എന്നാൽ സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ജീവിതം, വളരെ അടുക്കും ചിട്ടയോടുകൂടിയ ജീവിതം, പൈതൃകവുമായി ബന്ധപ്പെട്ടൊരു ജീവിതം, ധന്യമായിട്ട് ചിരിക്കാൻ പഠിക്കുക. 10-48 വർഷം എല്ലാവരെയും ചിരിപ്പിച്ചൊരു മനുഷ്യൻ ഇപ്പൊ ചിരിക്കാൻ പറ്റാതെ കിടക്കുകയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. രോഗം വന്ന് ക്യാൻസറിന്റെ മൂർധന്യത്തിലെത്തിയ ഇന്നസെന്റ് ആ രോഗത്തെ കീഴടക്കിയതിന്റെ വിവരണം നേരിട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. നമ്മളുടെ ശരീരം നമുക്ക് ജീവിതത്തിലേക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരു ഉപാധിയാണ്, ഇൻസ്ട്രുമെന്റാണ്, ടൂളാണ്. ആ ശരീരത്തെ ധന്യമായിട്ട് മുമ്പോട്ട് പോകാൻ, അത് സമൂഹ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ധാരാളം പേര് വിമർശിക്കുന്നുണ്ടാവും, എതിർക്കുന്നുണ്ടാവും, പുച്ഛിക്കുന്നുണ്ടാവും, അവഹേളിക്കുന്നുണ്ടാവും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതിലൊക്കെ ചിരിക്കാൻ ശ്രമിക്കുക. വിമർശനം ഒരു സർജറി പോലെയാണ്. അഭിനന്ദനങ്ങൾ ഒരു പിഴിച്ചിൽ പോലെയാണ്. സർജറി നടത്തിയാൽ ശരീരത്തിനകത്തുള്ള തിന്മകൾ മാറിക്കിട്ടും. അതേപോലെ ശക്തമായ വിമർശനം നമ്മുടെ കുറവുകൾ പരിഹരിക്കും. നമ്മുടെ പ്രവർത്തനം രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ പ്രതീകമാണ്.
ആ കേരളത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആരോടുമുള്ള ശത്രുത മാറ്റുക. നിങ്ങൾ ആരെയൊക്കെ കാണുന്നോ അവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുക. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ഓരോ പ്രവൃത്തിയും രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ കസ്റ്റമർക്കും ലോൺ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അയാളുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോഴും അയാൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നു, അയാളെ സഹായിക്കുന്നു, അയാൾക്ക് നല്ല ജീവിതത്തിന് നിങ്ങൾ മാർഗനിർദ്ദേശം നൽകുന്നു. ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ ജനതയാണ്. ആ ജനതയുമായിട്ട് ഇത്രയും അധികം ബന്ധമുള്ള വേറൊരു വിഭാഗം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്ന ഒരു വിഭാഗത്തിനെ സഹായിച്ച രാഷ്ട്രത്തിന്റെ സേവകരാണ് എന്നുള്ള അഭിമാനത്തോടു കൂടി നിങ്ങൾ ഓർക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനും തെറ്റുകൾ ചെയ്ത് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരാതെ അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകാം. ആർക്കും നിങ്ങളുടെ സാന്നിധ്യം സന്തോഷകരമായിരിക്കണം. നിങ്ങൾ ആർക്കും ഒരു ഭാരമാവരുത്. ജീവിതം ധന്യമാക്കുക, സന്തോഷത്തോടുകൂടി ജീവിക്കാം. ഇന്നലെ എന്നുള്ളത് തിരുത്താൻ പറ്റില്ല. ഇന്ന് എന്നുള്ളത് തിരുത്താൻ കുറച്ച് അവസരമുള്ളതാണ്. നാളെ എന്നുള്ളത് തിരുത്തേണ്ടി വരാത്ത വിധത്തിൽ ജീവിക്കാം. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കാം. ഇന്ന് ചെയ്യുന്നതും ഇന്ന് പറയുന്നതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കാം. ചിരിച്ചുകൊണ്ട് ജീവിക്കുക, ചിരിപ്പിച്ചുകൊണ്ട് ജീവിക്കാം. 60 വയസ്സായി 58 വയസ്സായി റിട്ടയറായി, ഇതൊന്നും ജീവിതത്തിൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല. ഏത് വാഹനത്തിൽ നമ്മൾ കയറിയാലും കയറുന്ന സമയമുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയമുണ്ട്. ഭൂമിയിലേക്ക് വരുന്ന ദിവസമുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകുന്ന ദിവസമുണ്ട്. സൂര്യൻ ഉദയമുണ്ടെങ്കിൽ സൂര്യൻ അസ്തമയമുണ്ട്. അതുകൊണ്ട് മഴക്കാലം, വേനൽക്കാലം, തണുപ്പുകാലം എന്നുള്ളതുപോലെ ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയുന്നത് വിശ്രമിക്കാനുള്ളതല്ല, കൂടുതൽ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് പ്രവർത്തിക്കാനുള്ളതാണ്. റിട്ടയർ ചെയ്യുന്നത് വരെ ഒരു മണ്ഡലത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. ഇനി എത്രയോ മണ്ഡലങ്ങളിൽ മനസ്സിനും ശരീരത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിക്കാം. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വിധത്തിൽ ധന്യമായി ജീവിക്കാം. ഞാനായി, എൻ്റെ കാര്യമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് എന്നുള്ളത് വലിയ അച്ചീവ്മെന്റും മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതിന് പകരം എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ളൊരു ശ്രമം നടത്താം. ആർക്ക് ഇഷ്ടപ്പെടുന്നോ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാം. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു ഭാരമാകാത്ത വിധത്തിൽ പ്രവർത്തിക്കാം. ധന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് 2 മണിക്കൂർ നേരം ക്ലാസ് എടുത്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. ശരിക്ക് ചീഫ് മാനേജിംഗ് ഡയറക്ടർ MD അദ്ദേഹം റിട്ടയർ ആവാണ്. അദ്ദേഹം പറഞ്ഞു, പച്ച യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ കേട്ടത് ഇന്ന് ആദ്യമായിട്ടാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ സാധിച്ചതിൽ CD-കളും യൂട്യൂബുകളും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷം തോന്നി. എല്ലാവരെയും പ്രണമിച്ച് ഏതാണ്ട് 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് നിങ്ങളോട് പറയുന്നത് നല്ലതാണെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.